ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ട്രേഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഷെയറിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഷെയർ മേടിച്ചതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ, അതായത് 12 മാസത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ആ ഒരു ഇൻകത്തിന്റെ താഴെ ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ടാക്സബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ടാക്സബിൾ ചെയ്യുക? കാരണം വെച്ചാൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ആ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം 1,25,000 രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. അതായത് നിങ്ങൾ ലോങ് ടേമിൽ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 12 വർഷത്തിന് ശേഷം വിൽക്കുകയാണ്. അപ്പോൾ 1 ലക്ഷത്തിന് മേടിച്ച ഒരു റിലയൻസിൻ്റെ ഏതെങ്കിലും ഒരു ഷെയർ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചതിന് ശേഷം നിങ്ങൾ അത് 3 ലക്ഷത്തിന് വിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ 2 ലക്ഷത്തിൽ 1,25,000 രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. അതായത് 2 ലക്ഷം മൈനസ് 1,25,000 ബാക്കി 75,000 രൂപയ്ക്ക് മാത്രമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. അല്ലാതെ 1,20,000 കടന്നാൽ പിന്നെ ഫുൾ ടാക്സ് അടയ്ക്കണം, അങ്ങനെയല്ല. 1,25,000 വരെ ടാക്സ് അടയ്ക്കേണ്ടത്, അതിന് ശേഷമുള്ള എമൗണ്ടിന് മാത്രമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ 75,000 രൂപയ്ക്ക് 12.5% ടാക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത് 9,375 രൂപ. അതായത് നിങ്ങൾക്ക് കിട്ടിയ 2 ലക്ഷം പ്രോഫിറ്റിൽ ഇത്രയും രൂപ മാത്രമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇനി നിങ്ങളൊരു വേറൊരു ഇൻകം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് റിബൈറ്റും ഇതായിട്ട് വീണ്ടും കുറയും, നിങ്ങൾക്ക് അധികം ടാക്സ് അടയ്ക്കാൻ വരില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന ലോസും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് വരും. അതിൽ കിട്ടുന്ന ലോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റും, 8 വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡിങ്ങോ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ടാക്സ് കുറയ്ക്കാനും ആ ഒരു ടാക്സ് ലയബിലിറ്റി, നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സിൻ്റെ ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.